മനസ്സിലാക്കിയിട്ടാണ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. ഡോക്ടർ, അപ്പോൾ ഈ വന്ധ്യത എന്നുള്ള രോഗം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകളിൽ കണ്ടുവരുന്നൊരു രോഗമാണ്. അപ്പോൾ ഇതിന് പ്രകൃതി ചികിത്സയിൽ പ്രതിവിധിയൊക്കെ ഉണ്ടോ? അതെ, മറ്റു രോഗങ്ങളെ പോലെ തന്നെ ഞങ്ങൾ ആദ്യം ഇവരുടെ പ്രോബ്ലം എന്താണെന്ന് കണ്ടെത്തുകയാണ്. നമ്മളെ സംബന്ധിച്ച് വരുന്ന ഒരു പേഷ്യൻ്റ് ആദ്യം അവരുടെ ഭക്ഷണ രീതി, ജീവിതശൈലി, മാനസിക പിരിമുറുക്കങ്ങൾ, ഇതിലാണ് ആദ്യത്തെ പ്രാധാന്യം കൊടുക്കുന്നത്. പിന്നെ സെക്കൻഡാണ് അവരുടെ ഈ ടെക്നിക്കൽ ഈ ലാബ് ചെക്കപ്പിലേക്ക് പോകുന്നത്. ഇപ്പോൾ സെമിനൽ അനലൈസിസ്, പലർക്കും കൗണ്ടിങ് കുറവ് അങ്ങനെയുള്ളതൊക്കെയാണ് കൂടുതൽ കാണുന്നത്. കൗണ്ടിങ് കുറവൊക്കെ വളരെ പെട്ടെന്ന് മാറുന്നതാണ്. ഇതിനൊന്നും ഒരുപാട് മരുന്നിൻ്റെ ആവശ്യമില്ല. പക്ഷേ പ്രകൃതി ചികിത്സയിൽ വന്ധ്യതയ്ക്ക് ട്രീറ്റ് ചെയ്യുമ്പോൾ പുരുഷനാണ് പ്രോബ്ലം എങ്കിലും രണ്ടുപേരും ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. കാരണം ഇവരുടെ ആഹാര രീതിയോട് മാറ്റുമ്പോൾ കുറഞ്ഞ കൗണ്ടിങ്ങിലും ഗർഭധാരണം നടക്കുന്നുണ്ട്. ഉദാഹരണം, എടപ്പാളിലൊരു കേസുണ്ട്, ഒരു ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞു. അവർ ഇങ്ങനെ വളരെ യാദൃശ്ചികമായിട്ട് പരിചയപ്പെടുന്ന, അപ്പോൾ എന്നെ കാണാൻ വന്നല്ല, ഒരു വഴിയിലുള്ള പരിചയപ്പെടലാണ്. അതിൽ നിന്നാണ് അവർ ഈ ഒരു കാര്യം പറഞ്ഞത്. ഒരു 11 വർഷം ആയിട്ട് അവർക്ക് കുട്ടികളില്ല എന്നുള്ള പ്രോബ്ലം. അപ്പോൾ തന്നെ ഞാൻ ആഹാര രീതി ചോദിച്ചപ്പോൾ അവർ രാവിലെ കഴിക്കുന്നത് പൊറാട്ടയാണ്, പൊറാട്ടയും ബീഫുമാണ്. ഒരു ഉച്ചയ്ക്ക് കഴിക്കുന്നത് പൊറാട്ട തന്നെ, ഉച്ചയ്ക്കും പൊറാട്ട തന്നെ. അധികവും വൈകിട്ടും ആണ് ഊണ് കഴിക്കുന്നുള്ളൂ. ചിലപ്പോൾ 3 നേരം പൊറാട്ട തന്നെ അവരുടെ ആഹാരം. ഈ പൊറാട്ട മൈദ എന്ന് പറഞ്ഞാൽ, മൈദ കൊണ്ട് ഉണ്ടാക്കുന്ന പൊറാട്ട, മൈദ എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു ഗുണവുമില്ല. മലപ്പുറംകാരുടെ ഏറ്റവും ദേശീയ ഭക്ഷണമാണ്, കൂടുതലാണ്. അപ്പോൾ യാതൊരു ഗുണമില്ലാത്ത ഈ ആഹാരം അവർ കഴിച്ചുകൊണ്ടിരിക്കുക. എന്തെങ്കിലും ഒരു ഗുണം ശരീരത്തിന് ഇതുകൊണ്ട് കിട്ടാനില്ല, വെറുതെ നമ്മൾ കഴിക്കാന്ന് മാത്രമല്ല അത് പല ബുദ്ധിമുട്ടുകളും, അതായത് പ്രത്യേകിച്ച് മലബന്ധം പോലത്തെ പ്രയാസങ്ങളും ദഹന പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിക്കുന്നതാണ്. പിന്നെ ആള് നല്ലൊരു സ്മോക്കറും കൂടിയാണ്. അപ്പൊ ഏതാണ്ട് ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾക്ക് കൗണ്ടിങ് വളരെ കുറഞ്ഞിരിക്കും. കാരണം ജീവിത വളരെ കുറഞ്ഞിരിക്കും. അപ്പൊ എനിക്ക് അപ്പൊ തന്നെ കാര്യം മനസ്സിലായി, ഇദ്ദേഹത്തിന് ഈ മാറ്റം വരുത്തിയാൽ തന്നെ ഒരുപാട് ഉണ്ടാവും. അങ്ങനെ ഇദ്ദേഹം വന്ന് സ്ഥാപനത്തിൽ വരാൻ പറഞ്ഞു. അങ്ങനെ കുറ്റിപ്പുറത്ത് അവിടെ വരാൻ പറഞ്ഞു. അവിടെ വന്നു കുറച്ച് ദിവസം അടുപ്പിച്ച് അവിടെ നിൽക്കുകയും അവിടുന്ന് യോഗ പ്രാക്ടീസ് ചെയ്യും. അവിടുത്തെ ഭക്ഷണ ക്രമീകരണമൊക്കെ ഞങ്ങളൊന്ന് പഠിപ്പിച്ചു വിട്ടു, എങ്ങനെ ചെയ്യണം എന്നുള്ള. അതെ, അങ്ങനെയൊക്കെ പഠിച്ച് ഒരു കുറഞ്ഞ ദിവസം, വളരെ ഒരുപാട് ഉപവാസം അവരെടുത്തിട്ടില്ല, ഒരു കുറഞ്ഞ ദിവസം 4-5 ദിവസത്തെ ഭർത്താവും കൂടി രണ്ടുപേരും കുറഞ്ഞ ദിവസത്തെ ഒരു ട്രീറ്റ്മെന്റ്, ഉപവാസങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ എടുത്തു. ശരിക്കും അവർ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ കോൾ ചെയ്യാണ്. ഇപ്പം വൈഫിന് വിശേഷമുണ്ട്. അപ്പം അത്രയൊരു സമയം വേണ്ടു. കാരണം ചിലരെ സംബന്ധിച്ചിട്ട് ഭക്ഷണത്തിലെ ചെറിയ മാറ്റങ്ങൾ കൊണ്ട് തന്നെ കുട്ടികൾ ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക്